കേരളത്തിലെ യഥാർത്ഥ മുന്നമാരാരാണ് എന്നുള്ളത് കേരളത്തിന്റെ പൊതുസമൂഹം തിരിച്ചറിയുന്നു എന്ന് മാത്രമാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ഇന്നത്തെ ഹീറോസ് മുതലപ്പുഴയിൽ ജോർജ് കുര്യന്റെ പ്രസംഗം കേൾക്കുമ്പോൾ ഇറങ്ങിപ്പോയത് ആരെന്നറിയോ? ലത്തീൻ കത്തോലിക്ക സഭയാ. ആ സഭ കാണിച്ച ധൈര്യം കോട്ടയത്തും എറണാകുളത്തുമുള്ള കത്തോലിക്ക സഭാവിശ്വാസികളും എത്രമാരും ഒരൊറ്റ തീരുമാനമെടുത്താൽ മതി. ഞങ്ങളുടെ വിദേശത്തു നിന്ന് ലഭിക്കുന്ന സംഭാവനകളുടെ പേരിൽ ഞങ്ങളെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി വരുന്ന ഇഡിയും ഇൻകം ടാക്സും ഒക്കെ ഉണ്ടല്ലോ, അവരെ ഞങ്ങൾ ഭയക്കുന്നില്ലെന്നും ആ ഫോറിൻ വിദേശ പണം സഹായിച്ചതിന്റെ പേരിൽ ജയിലിൽ പോകേണ്ടി വന്നാൽ ഞങ്ങൾ തയ്യാറാണെന്നും ഇവിടുത്തെ മെത്രമാര് തീരുമാനമെടുത്താൽ തീരാവുന്നതേ ഉള്ളൂ. ഇവിടുത്തെ BJP-യോടുള്ള ഭയം ന്യൂനപക്ഷം ഭയക്കണമെന്ന ചോദ്യത്തിന് അവർ ആദ്യം വരുന്നത് നിങ്ങളുടെ ഫ്രിഡ്ജിലിരിക്കുന്ന മാംസം തേടിയായിരിക്കും, പിന്നീട് വരുന്നത് നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രവും നിങ്ങൾ പിടിച്ചിരിക്കുന്ന പുസ്തകവും തേടി ആയിരിക്കും എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്ത്യൻ സഭകൾ തിരിച്ചറിയുന്നു. പലതുകൊണ്ടും പഠിക്കാതെ ഏറ്റവും ഒടുവിൽ അവരുടെ പ്രിയപ്പെട്ട 2 കന്യാസ്ത്രീകൾ തൊടുമ്പോൾ അവർ തിരിച്ചറിയുന്നു ഇതുവരെ തങ്ങൾ കണ്ടതെല്ലാം പൊയ് ആണ് എന്നുള്ളത്. പൊയ്മുഖങ്ങൾ ഏതൊക്കെ രൂപത്തിൽ വന്നു, ന്യൂനപക്ഷങ്ങളെ പല രീതിയിലല്ലേ പ്രീണിപ്പിക്കാൻ ശ്രമിച്ചത്. വഖഫിന്റെ കാര്യം വന്നപ്പോൾ നമ്മൾ യഥാർത്ഥ മുന്നമാരെ തിരിച്ചറിയുകയായിരുന്നില്ല. യഥാർത്ഥത്തിൽ മുൻപത്തെ മനുഷ്യർക്ക് വഖഫിലെ നിയമം പാസാക്കിയ ദാ ഭൂമി എന്നുള്ളതായിരുന്നല്ലോ വാഗ്ദാനം. മുൻപത്തെ മനുഷ്യർ ഇപ്പോഴും അവിടെ തന്നെ കഴിയുന്നുണ്ട് കേട്ടോ. ഇതേ ഭീതിയിലും ആശങ്കയിലും അവിടെ കഴിയുന്നുണ്ട്. ഒടുവിൽ കിരൺ റിജ്ജു വന്ന മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ആ വസ്തുത തുറന്നു പറഞ്ഞു. ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല, ഈ നിയമത്തിന് ചെയ്യുന്നതിന് പരിമിതികളുണ്ട് എന്നതാണ് കിരൺ റിജ്ജു പറഞ്ഞു പോയതിന്റെ അർത്ഥം. എന്ന് വെച്ചാൽ മുൻപത്തെ മനുഷ്യർക്ക് വഖഫ് നിയമവുമായി ബന്ധപ്പെടുത്തി അതുവരെ നടത്തിയ നാടകങ്ങളെല്ലാം കേവലം പൊറാട്ട് നാടകങ്ങളായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. മുൻപത്ത് നിന്ന് നിങ്ങൾ പഠിച്ചില്ലേ, വഖഫ് നിയമവും ഭേദഗതിയുമായി വരുന്ന സമയത്ത് ഇവിടുത്തെ ക്രിസ്തീയ സഭകൾ ഒന്നടങ്കം പറഞ്ഞില്ലേ വഖഫ് നിയമത്തിന് ഭേദഗതിക്ക് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തണം, രാഷ്ട്രീയ നിലപാടെടുക്കണമെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കേരളത്തിലെ BJP നേതൃത്വം ന്യൂനപക്ഷത്തെ കൊണ്ടുപോയി. നർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും ഇവിടെ ക്രിസ്ത്യൻ സഭകളിൽ നിന്ന് ഉയരത്തക്ക രീതിയിൽ അവരെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിയില്ലേ. ജോർജ് കുര്യൻ പ്രസംഗിക്കാൻ തുടങ്ങിയതോടുകൂടി ആളുകൾ ഓരോന്നായിട്ട് എഴുന്നേറ്റ് പോയി തുടങ്ങി. നിങ്ങൾ എത്ര കൊന്ത കൊടുത്താലും കുരിശു കൊടുത്താലും കേക്ക് കൊടുത്താലും ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിലെ വിശ്വാസികൾക്ക് ഇന്ന് BJP നേതാവ് പറയുന്നതിൽ വിശ്വാസമില്ല എന്നതിന്റെ തെളിവാണ്. അതാണ് ഇന്ന് ഒരു കേന്ദ്രമന്ത്രി മാധ്യമങ്ങളുടെ മുന്നിൽ നടത്തിയ പ്രകടനം. എന്താണ് മാധ്യമങ്ങളോട് ചോദിക്കുന്നത്? ആനയൂട്ടിനെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. ക്രിസ്ത്യൻ സഭയിലെ 2 മാലാഖമാരായിരിക്കുന്ന 2 വയോധികരായിരിക്കുന്ന സിസ്റ്റർമാര് ജയിലിൽ തടങ്കലിൽ കഴിയുന്ന സമയത്ത് ആനയൂട്ടിനെ കുറിച്ച് പഠിപ്പിക്കുകയാണ് കേരളത്തിലെ ഒരു മന്ത്രി, ജോർജ് കുര്യൻ എന്ന് പറയുന്ന മന്ത്രി. മറ്റൊരു മന്ത്രിയെ കേൾക്കാനേ ഇല്ല. എവിടെയാണ് സുരേഷ് ഗോപി എന്നറിയില്ല. പക്ഷേ എവിടെയാണ് ഈ വിഷയത്തിൽ സുരേഷ് ഗോപിയുടെ പ്രതികരണം? സുരേഷ് ഗോപി പാർലമെന്റിൽ പ്രതികരണം ഈ വിഷയത്തിൽ സുരേഷ് ഗോപി പാർലമെന്റിൽ ഒരു വാചകം പറഞ്ഞോ? എന്തിന്? കേരളത്തിലെ MP-മാർക്കൊപ്പം ഈ വിഷയത്തിൽ രാഷ്ട്രീയ ഭേദമന്യേ ഞാനും പ്രതിഷേധിക്കുന്നു എന്നൊരു വാചകം പറഞ്ഞോ?